സ്വാഗതം. വീണ്ടും ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക്. പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അന്ത്യത്തോട് അടുക്കുകയാണ്. പ്രചാരണ വേദികളിൽ പുതിയതും പഴയതുമായ നിരവധി വിഷയങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഉന്നത നേതാക്കൾ പൊതുരാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി കത്തിക്കയറുമ്പോൾ പ്രാദേശിക വികസന വിഷയങ്ങളിലൂന്നി പ്രാദേശിക നേതാക്കളും അരങ്ങ് കൊഴുപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് എത്രത്തോളം ഇടം ലഭിക്കുന്നു എന്നന്വേഷിക്കുകയാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ വർഗീയ പാർട്ടികളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഗവൺമെന്റിന് കിട്ടിയ കരണക്കുത്ത് കിട്ടിയ ശക്തമായ അടിയാണ് കോടതിയുടേത് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത് അവർ തോറ്റു എന്ന്. ഇനി അവരിപ്പോൾ നടത്തുന്നത് എന്താണ്? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഭക്ഷ്യസാധനങ്ങളുടെ വില നിൽക്കുന്നു. യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങളുടെ വിധിയെടുത്ത് കാണുമ്പോൾ പാർട്ടിക്ക് ഒന്നുകൂടി മനസ്സിലാകും. പക്ഷെ ഇത് മറ്റൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കവിഞ്ഞ് എനിക്കിതിനകത്ത് കേരളത്തിൽ പ്രത്യേകമായൊരു പ്രതിസന്ധിയോ പ്രാധാന്യമോ ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിൽ BJPക്ക് കാര്യമായ സ്ഥാനമൊന്നും ഇല്ല. എന്നിരിക്കെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആകുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം എനിക്ക് തോന്നുന്ന താത്വിക തർക്കങ്ങളാണ്. ഒരു ആശയം തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ആശയങ്ങൾ ആകാശത്തിലേക്ക് ഇങ്ങനെ പറത്തി വിട്ടിട്ട് എല്ലാവരും കൂടി കുറേ കാലം പന്ത് തട്ടാനായിട്ടുള്ള ഒരു സംഭവം അല്ലാതെ എനിക്ക് വേറൊന്നും തോന്നുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം പ്രാദേശിക പ്രശ്നങ്ങളാണ്. ആ പ്രാദേശിക പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ പ്രശ്നവും അന്തർദേശീയ പ്രശ്നമൊക്കെ വരും. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ സിറിയക്കെതിരായിട്ട് നടത്തുന്ന അവിടുത്തെ കലാപം, പിന്നെ തീർച്ചയായിട്ടും മോദി വരും, ഗോവധ നിരോധനം വരും, ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖിൻ്റെ കൊലപാതകം വരും. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഇതിൻ്റെ അതിർവരമ്പെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് ആവർത്തിച്ച് പറയുന്നു. ഇവിടെ സ്കൂള് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ, റോഡുണ്ടോ, പാലമുണ്ടോ, ആശുപത്രിയിൽ മരുന്നുണ്ടോ, ഡോക്ടർമാർ സമയത്ത് ആശുപത്രിയിൽ വരുന്നുണ്ടോ, ഓഫീസുകളിൽ ആളുകൾ സമയത്ത് എത്തുന്നുണ്ടോ തുടങ്ങിയുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ, നൈമിത്തികങ്ങൾ, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. സാധാരണഗതിയിൽ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രാദേശിക വിഷയങ്ങളെയൊക്കെയാണ്. പക്ഷേ പ്രാദേശിക വിഷയങ്ങൾ നിൽക്കെ തന്നെ അതിനപ്പുറത്ത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതിനു മുൻപുള്ള ഒരു ഒരുക്കമായി ഞാൻ വിലയിരുത്തുന്നു. ദേശീയ രാഷ്ട്രീയവും അടുത്തിടെയുണ്ടായ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ അതിക്രമങ്ങളും LDF നേതാക്കളുടെ മുഖ്യ വിഷയം തന്നെയാണ്. BJP SNDP സഖ്യസാധ്യത ഇത്തരത്തിലൊരു സമീപനത്തിൻ്റെ കാരണവും ആകാം. എന്നാൽ ഈ പ്രശ്നങ്ങളോട് തണുപ്പൻ മട്ടിലാണ് UDFൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പുതിയ സഖ്യത്തിൻ്റെ സാധ്യതകളിൽ BJPക്ക് പണ്ടുണ്ടായിരുന്ന ആത്മവിശ്വാസം കാണാനുമില്ല. പ്രാദേശിക പ്രശ്നങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഒതുക്കാൻ UDF ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. എന്നാൽ ആദ്യം തന്നെ LDF ദേശീയ വിഷയങ്ങൾ പ്രചാരണമാക്കി. ദേശീയ രാഷ്ട്രീയ രംഗത്ത് സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ ഇടതു നേതാക്കൾ പരസ്യ വിചാരണയ്ക്കായി എടുത്ത് BJPയെ പ്രതിരോധത്തിലാക്കി. ഇത് ഇടത് അനുകൂല ന്യൂനപക്ഷ ഏകീകരണത്തിന് കാരണമായേക്കുമെന്ന സംശയത്തിൽ നിന്നാവാം UDFും പിന്നാലെ ദേശീയ വിഷയങ്ങളുമായി എത്തി. അവർ പറയുന്നത് പശു നമ്മുടെ അമ്മയാണ്, പശുവിനെ കൊല്ലുന്നതും ഇറച്ചി തിന്നുന്നതും എല്ലാം
മഹാപാപമാണ് എന്നാണ്. സുഹൃത്തുക്കളെ, പശുവിന്റെ ഭർത്താവാരാണ്? കാള. കാള കാളയാണല്ലോ ഇണയേറുകയും പിന്നെ പശു പ്രസവിക്കുകയും ചെയ്യുന്നത്. ആ കാളയാരാണ്? RSSകാരന്റെ തന്തയാണോ? RSSകാരന്റെ തന്തയാണോ? പക്ഷേ ഈ അമ്മയെ മൂക്ക് കയറിടുന്നതിന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ രണ്ടാള് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് മൂക്കിൽ കയറിട്ടിട്ടല്ലേ ആ പശുവിനെ വലിച്ചു കൊണ്ടുപോകുന്നത്? അമ്മമാരെ ഇങ്ങനെ വെച്ചു വളർത്തുന്ന അമ്മമാരെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഈ RSSകാർ പറയുന്ന പോലാണോ? നമ്മുടെ രാജ്യത്തിന് മറ്റെന്തിനേക്കാളും വലുത് നമ്മുടെ മതേതരത്വമാണ്. നമ്മളുടെ ആ സാംസ്കാരിക പാരമ്പര്യം അത് സഹിഷ്ണുതയുടേതായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ഇന്ന് സഹിഷ്ണുത നഷ്ടപ്പെട്ട് വിഭാഗീയത വളർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളോട് ഒരു വിധത്തിലും യോജിക്കാൻ നമുക്ക് സാധ്യമല്ല. BJP അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് എതിരെ ഇവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇന്നത്തെ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ശരിക്ക് രാഷ്ട്രീയം പ്രകടമായ ദേശീയ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കേരളം ആവശ്യപ്പെടുന്നത്. കാരണം രാജ്യമെമ്പാടും വലിയ തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിൽ BJP അധികാരത്തിലില്ല. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നു. അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. ആ അങ്ങനെ വളരെ ബോധപൂർവം ഒരു ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെക്കുന്ന ഒരു കേന്ദ്ര ഭരണം വന്നതിന് ശേഷം കേരളത്തിൽ ആദ്യം നടക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. രണ്ട്, പലതരത്തിലുള്ള കക്ഷികളുമായി ചേർന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിനകത്ത് സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്ന ആൾക്കാർ വളരെ ആകാംക്ഷയോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ മോദി ഭരിക്കുന്നു, അല്ലെങ്കിൽ മോദി ഭരിക്കുന്നു, BJP ഭരിക്കുന്നു പറയുന്നത് അബദ്ധമായിരിക്കും. RSS മോദിയും കൂടെ, അല്ലെങ്കിൽ RSS ഭരിക്കുന്നു, രണ്ടുപേരും കൂടി ഭരിക്കാൻ കടിപിടി കൂടുന്നു എന്നുള്ളൊരവസ്ഥയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ ഇത്ര വലിയ ഒരു പ്രാധാന്യം കൊടുത്താൽ അത് ഓൾമോസ്റ്റ് ഒരു RSS അജണ്ട പോലെ എനിക്ക് തോന്നുന്നു. കേരളത്തിലും അത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ശാഖകൾ എല്ലാ ആദിവാസി മേഖലകൾ മഹാഭൂരിപക്ഷവും സംഘപരിവാര സംഘടനകളുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ അജ്ഞതയെയും മറ്റുമൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ ആദിവാസി മേഖലയിൽ വ്യാപകമായി പിടിമുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ അവരുടെ ശക്തി പരീക്ഷിക്കാനുള്ള, ശക്തി സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരവും കൂടിയായിട്ട് അവർ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ആ ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ജനാധിപത്യ സംഘടനകൾ, ജനാധിപത്യ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, വിശേഷിച്ചും ഇടതുപക്ഷ പാർട്ടികൾ ആ മട്ടിലുള്ള ക്യാമ്പയിൻ അല്ല കേരളത്തിൽ നടത്തുന്നത് എന്നത് ദുഃഖകരമാണ്. ഈ വലിയ വർഗീയ ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ ചെറുക്കാൻ മോഡി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അപ്പം രാഷ്ട്രീയം അതിൽ മുങ്ങിപ്പോവുകയും വർഗീയതയും മറ്റു ഛിദ്രശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രകടനം ആ പാർട്ടി കേരളത്തിൽ നിർണായക ശക്തിയാവുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ ആവേശം പുറത്തേക്ക് കാണാനില്ല. വെള്ളാപ്പള്ളി സഖ്യവും രാജ്യത്ത് ഹിന്ദു രാഷ്ട്രീയത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങളും കേരളത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആശങ്കയിലാണ് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കേരളത്തിൽ എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നത്, എത്ര വർഷമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലായ്പ്പോഴും ഒരു പെർസെൻറ്റേജ് വോട്ട് എനിക്ക് തോന്നുന്നത് അസംബ്ലി ഇലക്ഷൻസിൽ കിട്ടിയിരിക്കുന്നതിനൊപ്പമോ അതിനെക്കാട്ടിലും അല്പം കൂടിയോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഇതിനേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാദ്രിയിലെ കൊലപാതകം, കാശ്മീരിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ MLA അബ്ദുൾ റഷീദിൻ്റെ തലയിൽ കരിയോലൊഴിച്ചത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് BJPയെ ഒന്ന് പരീക്ഷിക്കാം എന്ന് തോന്നുന്ന നിഷ്പക്ഷന്മാരായ
ആളുകളെ പോലും മടുപ്പിക്കും. ഇത് രണ്ടും ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തിയത്. രണ്ട്, ഗോവധം എന്നുള്ള ഒരു സംഗതി മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താഴത്തെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനം. ആ ഒരു മതേതര ജനാധിപത്യ രീതിയിലുള്ള സംസ്കാരത്തെ അടിച്ചുടച്ച് കേരളത്തിൽ ഒരു സംഘപരിവാർ അജണ്ട സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യമായ അപകടത്തെ ഇരുമുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നുണ്ട്. മുന്നണികൾക്ക് മേലുള്ള സമ്മർദ്ദ രാഷ്ട്രീയത്തിനപ്പുറം സ്വന്തമായി തന്നെ നേട്ടം കൊയ്യാനിറങ്ങിയവർക്ക് ആദ്യത്തെ ആവേശം കുറഞ്ഞതായും കാണുന്നു എന്നതാണ് പ്രചാരണ രംഗത്തെ മറ്റൊരു പ്രത്യേകത. ഞാൻ ഒരു 20 കൊല്ലം മുമ്പ് തൊട്ട് ഞാൻ പറയുന്നതാണ്, ശിവഗിരി ഇവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ശിവഗിരി കൊണ്ടുപോയി. അങ്ങനെ ആ രീതിയിൽ ഇവിടുത്തെ ഈ ആധ്യാത്മിക സ്ഥാപനങ്ങളടക്കം അവർ പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ശിവഗിരിയിലാണ് അത് വിജയിച്ചത് എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ സത്യമാണ്. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും പിടിപ്പില്ലായ്മ കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും അലംഭാവം കൊണ്ടും മാത്രം സംഭവിച്ചതാണ്. വർഗീയതയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഏത് വർഗീയതയും തുല്യമായി എതിർക്കണം. അങ്ങനെ ഒരു നിലപാടൊന്നും UDFന് എടുക്കാൻ സാധിക്കില്ല, LDFന് എടുക്കാൻ സാധിക്കില്ല. പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിലും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി കാര്യങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവ ഒഴിവാക്കാൻ പറ്റാതായിരിക്കുന്നു. ഇതിനോടുള്ള മലയാളി പ്രതികരണം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കോട്ടൂർ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനായി ഇതിനകം 3.25 കോടി രൂപ ചെലവിട്ടു. പക്ഷേ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ ഈ പാലം പണി എന്നെങ്കിലും പൂർത്തിയാകുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് അവർ. ആ ആശങ്കയുടെ കാരണങ്ങളാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസിൽ ഇനി. ഞാൻ ഈ പാലത്തൂടെ ദിവസം 2-3 പ്രാവശ്യം കടക്കുന്ന വ്യക്തിയാണ്. ഈ പാലം ഇത്രയും കോടികൾ മുടക്കിയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ ആളുകൾ സർക്കസ് കളിച്ചെന്നും കടന്നു പോകുമ്പോൾ എനിക്ക് ഹൃദയവേദന. കുഗ്രാമം എത്തി നോക്കാത്ത 2 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഏറ്റവും അത്യാവശ്യമുള്ള. ഈ വന്ന പൊതുവഴികളെല്ലാം ആളുകൾ സ്വമേധയാ വിട്ടുകൊടുത്തിട്ടാണ് ഈ വഴികളെല്ലാം പറമ്പിന് നടുക്കൂടെ വന്നത്. ബാലുശ്ശേരി കോട്ടൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് രാമൻപുഴയിൽ ഒരു പാലം വേണമെന്നത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. ഇതിനായി സമരങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം നടന്നു. തുടർന്ന് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം സൗജന്യമായി ലഭ്യമാക്കാമെന്ന് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകി. ഈ പാലത്തിന് മുമ്പൊരു ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പ്രാരംഭ പ്രവർത്തനം സർവേ മുഴുവൻ നടത്തി അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി എല്ലാം അംഗീകരിച്ചതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പിന്മാറി. യാതൊരു കാരണമില്ലാതെ പിന്മാറി. ഫണ്ടില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞു. അന്ന് ഏകദേശം എല്ലാ ധാരണയാണ്. ഈ നിലവിലുള്ള റോഡിലേക്ക് അപ്രോച്ച് റോഡിൻ്റെ സംവിധാനത്തിലുള്ള ഒരു പ്ലാനായിരുന്നു അന്ന് അംഗീകരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ കാലങ്ങളായി അത് വന്നപ്പം പിന്നെ ശശീന്ദ്രൻ MLA കാലത്തിൽ ഇതിനൊരു പാലത്തിന് നീക്കം നടന്നു. അതിന് എല്ലാ നാട്ടുകാരെല്ലാം പങ്കെടുത്തൊരു യോഗത്തിൽ ഒരു പാലത്തിൻ്റെ അത്യാവശ്യത ചൂണ്ടിക്കാട്ടി അത് അംഗീകരിക്കുകയും ചെയ്തു. ഒടുവിൽ 2010 ഒക്ടോബറിൽ കോവിലകം താഴെ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ബാലുശ്ശേരി ഭാഗത്തു നിന്ന് നിർമ്മാണം ആരംഭിച്ച പാലം കോട്ടൂർ പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ നേരത്തെ സ്ഥലം വിട്ടു നൽകാമെന്ന് ഉറപ്പു നൽകിയ തദ്ദേശവാസി നാരായണൻ എതിർപ്പുന്നയിച്ചു. ജനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രദേശത്തിൻ്റെ വികസന കാര്യത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. കോട്ടൂർ പഞ്ചായത്തിലെ ജനങ്ങളും ബാലുശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങളും ഇദ്ദേഹം ഒഴിച്ച് ഒരു വ്യക്തി, കോട്ടൂർ പഞ്ചായത്തെയും ബാലുശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പൊതുജനങ്ങൾ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടാണ് ഈ പാലം വരെ. ഇയാളുടെ വീട്ട് കൊലായിൽ വെച്ച് ഒരു യോഗം നടത്തി. ഇതിൻ്റെ പാലം കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് അന്ന് നിങ്ങളേറ്റ് കടലാസൊക്കെ നീക്കി പാലം വരട്ടെ, സ്ഥലം എത്ര ഈ പാലത്തിന് വേണ്ടി എന്തും ഞാൻ തരും എന്ന് ഇയാൾ ആ കൊലായിൽ വെച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ സമയം തന്നെ ബ്ലോക്കിൽ നിന്ന് പെട്ടെന്ന് ഇതിൻ്റെ കടലാസ് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങനെ ഈ ഒപ്പിട്ട 7ഓളം പേര്, ഇയാൾ ഏട്ടൻ ഉൾപ്പെടെ ഒപ്പിട്ട ആൾ 7ഓളം പേരെ ഒപ്പും ഈ പിന്നെ കവറിംഗ് ലെറ്റർ വെച്ചിട്ട് ബ്ലോക്ക് കൊടുക്കുക ചെയ്തു. ബ്ലോക്ക് അതിൻ്റെ കവറിംഗ് ലെറ്റർ വെച്ച് മേലോട്ട് കൊടുത്ത്
പിന്നെ ഇയാളെ സമ്മതം വരുമ്പോഴത്തേക്ക് ഇവിടെ സംഗതി വർക്ക് നടക്കുകയും ചെയ്തിരിക്കും. പിന്നെ മാനസികമായിട്ട് ഇയാൾ സമ്മതം, അതായത് വർക്ക് തുടങ്ങുമ്പോൾ ഇയാളൊരു എതിർപ്പും വരുന്നില്ല. എതിർപ്പിന് നാരായണന് സ്വന്തം കാരണങ്ങളുമുണ്ട്. പാലം പൂർത്തിയാവുന്നതോടെ തൻ്റെ കുടുംബം വഴിയാധാരമാകും എന്നാണ് നാരായണൻ പേടിക്കുന്നത്. കാര്യങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ച പൊതുമരാമത്ത് വകുപ്പിൻ്റെ മൗനം കുറ്റസമ്മതത്തിൽ ലക്ഷണമായും നാട്ടുകാർ കാണുന്നു. ഓംബുഡ്സ്മാനെയും മനുഷ്യാവകാശ കമ്മീഷനെയും കോടതിയെയും എല്ലാം സമീപിച്ച നാരായണൻ നിർമ്മാണത്തിന് സ്റ്റേയും വാങ്ങി. ഈ പാലം നിർമ്മിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഇവിടുന്ന് ഒഴിവാക്കി പോകേണ്ടി വരും. 2009 ആഗസ്റ്റ് മാസത്തിലാണ് ഇതിനെ സംബന്ധിച്ച് പാലം കമ്മിറ്റിക്കാർ എന്നെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴുള്ള നിലവിലുള്ള റോഡ് ഉണ്ടാക്കാൻ വേണ്ടി 8 സെൻറ്റ് ഭൂമി ഞാൻ വിട്ടുകൊടുത്താണ്, ഇനി എനിക്ക് വിട്ടുതരാൻ ഭൂമിയില്ലാന്ന്. അപ്പോൾ എഞ്ചിനീയർമാർ വന്ന് കാണിച്ചു തന്നു, ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്ന മാതിരി അലൈൻമെൻറ്റ് പ്രകാരമാണ് അവർ മാർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, സ്ഥലം വിട്ടു തരാൻ പറ്റില്ല എന്നാണ്. എനിക്ക് ഫലത്തിൽ 36 സെൻറ്റ് സ്ഥലം നഷ്ടപ്പെടും. എൻ്റെ കുടുംബത്തിന് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, വീടിൻ്റെ തുക പിന്നെ സുരക്ഷിതത്വം നഷ്ടപ്പെടും. പിന്നെ റോഡ് ആക്സസുള്ള 95% ഭൂമിയും അക്വിസിഷൻ ചെയ്തെടുത്തു പോകും. പിന്നെ ഇവിടെ ഉണ്ടാകുക എനിക്കൊരു നടവഴി മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ ഭൂമി, ബാക്കിയുള്ള ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ. ഈ 23, അയാൾ പറയുന്ന 23-ൽ 13 സെൻറ്റ് ഈ പുറമ്പോക്ക് പെട്ട സ്ഥലം അയാളുടെ സ്ഥലത്തേക്ക് അയാൾക്ക് വഴി നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഭാഗമായിട്ടാണ് 23 സെൻറ്റ് അയാൾ പറയുന്നത്. അങ്ങോട്ട് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കും. സ്ഥലം നമ്മൾ ആവശ്യമില്ല, പാലത്തിനോ റോഡിനോ ആ 13 സെൻറ്റ് സ്ഥലം ആവശ്യമില്ല. ഒരു 11 സെൻറ്റ് സ്ഥലം പിന്നെ ശരിക്കുള്ള എസ്റ്റിമേറ്റ് പ്രകാരമാണെങ്കിൽ അയാൾക്ക് പോകും. എഞ്ചിനീയർമാർ സമ്മതിച്ച കാര്യമാണ്. ആ 11 സെൻറ്റ് സ്ഥലം അന്ന് പോകുന്ന രൂപത്തിൽ എടുത്തെങ്കിലേ ഈ പാലത്തിന് TS കിട്ടും. പക്ഷേ അതിന് ശേഷം എഞ്ചിനീയർമാർ പറഞ്ഞത് ഇപ്പം ഒരു 3 സെൻറ്റ് താഴെ, ഒരു 2.5-3 സെൻറ്റ് താഴെ സ്ഥലം സ്വമേധയാ അയാൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പാലം ഇവിടെ വരും. 70 മീറ്റർ നീളത്തിലും 8.45 മീറ്റർ വീതിയിലുമുള്ള പാലവും നാരായണന്റെ വീട് നിൽക്കുന്ന കോട്ടൂർ ഭാഗത്ത് 140 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയുമുള്ള അപ്രോച്ച് റോഡുമാണ് നിർമ്മിക്കാനിരുന്നത്. പാലത്തിനായി സ്ഥലം വിട്ടു നൽകുന്ന മറ്റു 10 പേർ അനുമതി പത്രം ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. നാരായണൻ ഒപ്പിടാതിരുന്നിട്ടും അത് മറച്ചുവെച്ച് പൊതുമരാമത്ത് വകുപ്പ് ജോലികൾ ആരംഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാരായണന്റെ വാദം. ഈ പാലത്തിൻ്റെ കാലുകൾ നിർമ്മിച്ചതിന് ശേഷമല്ല സ്ലാബ് ഇടുന്നത്. ബാലുശ്ശേരി ഭാഗത്ത് 2 കാലുകൾ നിർമ്മിച്ച് ആ 2 കാലിന് സ്ലാബ് ഇടുകയാണ്. പിന്നെ അതിൽ വലിയൊരു മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. അതിലൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം വിട്ടുകൊടുത്തോളം നിങ്ങൾക്ക് പൈസ പിന്നെ കിട്ടുമെന്ന്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയാണ് പിന്നെ കിട്ടുക എന്നുള്ളത് വിട്ടുകൊടുത്ത് നിർമ്മാണം നടത്തിയതിന് ശേഷം. എന്നാൽ പാലം നിർമ്മാണ ജനകീയ കമ്മിറ്റി നാരായണന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നു. 23 സെന്റ് ഭൂമി നഷ്ടപ്പെടുമെന്ന നാരായണന്റെ വാദത്തിന് അടിസ്ഥാനമില്ല എന്നാണ് ഇവരുടെ നിലപാട്. ഇന്നേ വരെ ഒരു പാലത്തിന് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാധാരണ വരലില്ല. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ താല്പര്യം, കമ്മിറ്റിക്കാരുടെ താല്പര്യം എടുത്ത് അദ്ദേഹം തന്നെ വന്ന് അക്കരെ കൂടെ വന്നു. അദ്ദേഹം ഇതിനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ 3 സെൻറ്റ് ആ പോകും. അന്ന് അയാൾ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിവരം തരാമെന്ന്. ഞങ്ങൾ വിചാരിച്ച് കിട്ടും, ഒരാഴ്ച കഴിഞ്ഞോടും അതും കിട്ടിയില്ല. പൊതുഖജനാവിൽ നിന്ന് 3.25 കോടി ചെലവിട്ട ഈ പാലത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇത് കുറച്ചും കൂടി മാന്യമായ രീതിയിൽ ഈ ഒരു 45 ഡിഗ്രി ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്ഥലം മാത്രം എടുത്തുകൊണ്ട് ഇത് കൊണ്ടുവരുന്നു. ഒരു 35 ഒരു 50 ഡിഗ്രി വെച്ചിരിക്കുകയാണെങ്കിൽ ആരെയും സ്ഥലം പോകാതെ ഗവൺമെൻറ് പുറമ്പോക്കിലൂടെ മാത്രം ഈ പാലക്കരെത്തിക്കുക. ആ ഒരു സംവിധാനം അവർ ദുരുപയോഗപ്പെടുത്തി. അതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. സ്ഥലം ഉടമകളുടെ അനുമതി പത്രം ലഭിക്കാതെ പണി തുടങ്ങിയതിനെക്കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് വിശദീകരണമൊന്നും നൽകുന്നില്ല. സൗജന്യമായി സ്ഥലം നൽകാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് രേഖാമൂലം നൽകിയ അറിയിപ്പാണ് അവരുടെ പിടിവള്ളി. നാരായണന് അർഹമായ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ന്യായവാദങ്ങൾ എന്തുതന്നെയായാലും പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ തടസ്സപ്പെട്ടു നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് കണ്ണൂർ ജില്ലയിൽ ഹരിതസേന എത്തുന്നു. ഇനി നമുക്ക് ഹരിതസേനയുടെ വിശേഷങ്ങൾ അറിയാം. രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് തന്നെ മാലിന്യമുക്ത തെരഞ്ഞെടുപ്പ് എന്ന തീരുമാനമെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂരിൽ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഹരിതസേന എന്ന പദ്ധതി. പ്ലാസ്റ്റിക് വിമുക്ത ഗ്രാമം എന്നൊക്കെ പറയും പോലെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമായ ഒരു തെരഞ്ഞെടുപ്പ്. ശുചിത്വ മിഷനാണ് ഹരിതസേനയ്ക്ക് നേതൃത്വം നൽകുന്നത്. വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഹരിത ഇലക്ഷൻ, ശുചിത്വ ഇലക്ഷൻ എന്ന രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി
ഓരോ ബൂത്തുകളിലും, കൂടാതെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന എല്ലാ കേന്ദ്രങ്ങളിലും നമ്മുടെ സന്ദേശം പ്രായോഗിക വിധത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫോഴ്സാണ് ഹരിത സേനാംഗങ്ങൾ. ഭൂമിക്ക് ദോഷകരമാകുന്ന ഒരു വസ്തുവും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കരുത് എന്ന ലക്ഷ്യത്തിൽ ജില്ലാ ഭരണകൂടം ഹരിത പെരുമാറ്റച്ചട്ടവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഫ്ലക്സ് ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനമെടുപ്പിക്കലായിരുന്നു ആദ്യഘട്ടം. അത്തരം നീക്കമുണ്ടായെങ്കിലും പലരും ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇവ നീക്കം ചെയ്യാമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പു നൽകിയിരിക്കുകയാണ്. മെയിനായിട്ട് അവർ മുന്നിൽ വെച്ച ഫ്ലക്സുകൾ മാക്സിമം അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്, കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുക. അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം പൊതുവേ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു മുമ്പത്തെ ഇലക്ഷൻ ഉണ്ടായ അത്ര ഇപ്പോഴില്ല, അത് വളരെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ തന്നെ ഉത്തരവാദിത്തത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അത് മാറ്റി നമ്മുടെ പ്രകൃതി വിഭവങ്ങൾക്ക് ദോഷം വരാതെ രീതിയിൽ ചെയ്യാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വളരെ നല്ല സഹകരണമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിഞ്ഞ് ബൂത്തുകൾ മലിനമാക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് മാറ്റിയെടുക്കലാണ് രണ്ടാം ഘട്ടം. ഇത് പ്രാവർത്തികമാക്കുകയാണ് ഹരിതസേനയുടെ അടുത്ത പദ്ധതി. വിദ്യാർത്ഥികളും ദേശീയ സമ്പാദ്യ പദ്ധതിയിലെ അംഗങ്ങളുമായി 1000-ഓളം പേരാണ് ഹരിതസേനയുടെ ഭാഗമായുള്ളത്. കുട്ടികൾക്ക് ഹരിത ഇലക്ഷൻ 2015, ശുചിത്വ ഇലക്ഷൻ 2015 ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോളിംഗ് ബൂത്തിൽ 1200-ഓളം വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ വരും. പിന്നെ പോളിംഗ് ഓഫീസർമാർ എല്ലാം കൂടി ഏകദേശം ഒരു 1300-ഓളം ആൾക്കാർ വന്നു പോകുമ്പോൾ ഈ സ്കൂളിന് സംഭാവനയായി കിട്ടുന്നത് ഒരു 1300 ആൾക്കാരുടെ മാലിന്യങ്ങളായിരിക്കും. കടലാസാവാം, പ്ലാസ്റ്റിക് ബാഗുകളാവാം, ഭക്ഷണപ്പൊതികളാവാം. ഇവ ഇല്ലായ്മ ചെയ്യുക, ഹരിതപമാക്കുക. വിദ്യാലയം അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന ബൂത്ത് അല്ലെങ്കിൽ അതിൻ്റെ പരിസരം ഹരിതപമാക്കുക, അല്ലെങ്കിൽ ഒരു ശുചിത്വമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോട്ടർമാരാരും മാലിന്യവുമായല്ല അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തിലെത്തുന്നത്. അവരോട് പ്രതിബദ്ധത കാണിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉത്തരവാദികളാണെന്ന തിരിച്ചറിവിലാണ് പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. പദ്ധതിയെ രാഷ്ട്രീയ പാർട്ടികളും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ കൂടുതൽ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഹരിതസേന പദ്ധതി അത് കുട്ടികളിലൂടെ ആയാലും ശരി, RD കളക്ടേഴ്സിൻ്റെ കൂടി ആയാലും ശരി, അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരിലൂടെ ആയാലും ശരി, ശുചിത്വ മിഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സമീപനം ഗുണകരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനും അതിൽ പങ്കുവഹിക്കും. ഞാനും എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൽ പങ്കുചേരും എന്ന് ഞാൻ പറയും. സ്കൂളുകളിൽ ഹരിതസേനയുടെ പരിശീലന പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അവരവരുടെ വീടിനടുത്തുള്ള പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഇവരുടെ ചുമതല. ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി തലത്തിൽ വരെയുള്ള കുട്ടികൾ ഇതിൽ പങ്കാളികളാകും. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.